അല്ലാഹു മരണവും ജീവിതവും സൃഷ്ടിച്ചത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത്, ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്നത് റബ്ബ് പരീക്ഷിക്കാനാണ്. ആരാണ് കൃത്യമായി നിസ്കരിക്കുന്നവൻ, ആരാണ് കൃത്യമായി നോമ്പെടുക്കുന്നവൻ, ആരാണ് കൃത്യമായി ഹജ്ജ് ചെയ്യുന്നവൻ, ആരാണ് കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവൻ, ആരാണ് കുടുംബബന്ധം ചേർക്കുന്നവൻ, ആരാണ് അയൽവാസിക്ക് നന്മ ചെയ്യുന്നവൻ, ആരാണ് ഉമ്മബാപ്പയെ പരിഗണിക്കുന്നവൻ, ആദരിക്കുന്നവൻ, അംഗീകരിക്കുന്നവൻ, അനുസരിക്കുന്നവൻ, ആരാണ് സ്വന്തം മക്കളോട് വിവേചനം കാണിക്കാതെ സ്നേഹത്തോടെ ജീവിക്കുന്നവൻ, ആരാണ് സ്വന്തം ഭാര്യയെ പീഡിപ്പിക്കാതെ ശല്യം ചെയ്യാതെ വേദനിപ്പിക്കാതെ അവരുടെ ബാപ്പയെയും ഉമ്മയെയും ആങ്ങളെയും ഒന്നും ചീത്ത പറയാതെ കുറ്റം പറയാതെ സ്വന്തം ഭാര്യയുടെ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കാതെ മാനമായി ജീവിക്കുന്നവനാരാണ്? സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കാതെ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി ജീവിക്കുന്ന പെണ്ണ് ഏതാണ്? പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നവൻ ആരാണ്? പ്രായമുള്ളവനെ അവഗണിക്കുന്നവൻ ആരാണ്? അതേ, അൽഹംദുലില്ലാഹ്, ജോലിയെടുത്ത് ജീവിക്കുന്നവൻ ആരാണ്? ബിസിനസ് നടത്തി ജീവിക്കുന്നവൻ ആരാണ്? അല്ല, യാചനക്കിറങ്ങുന്നവൻ ആരാണ്? കള്ളം പറഞ്ഞ് പണമുണ്ടാക്കുന്നവൻ ആരാണ്? ഏഷണിയും ഭീഷണിയുമായി നടക്കുന്നവൻ ആരാണ്? അതേ, പലിശ വാങ്ങുന്നവൻ ആരാണ്? പലിശയുമായി ബന്ധപ്പെടുന്നവൻ ആരാണ്? മദ്യം മോന്തുന്നവൻ ആരാണ്? അല്ല, ഹലാലായത് മാത്രം കുടിക്കുന്നവൻ ആരാണ്? ഹലാല് മാത്രം തിന്നുന്നവൻ ആരാണ്? ഹലാലല്ലാത്തത് ജീവിതത്തിൽ എടുക്കുന്നവൻ ആരാണ്? ഇങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരീക്ഷണങ്ങളുണ്ടല്ലോ. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ജീവിതവും മരണവും അല്ലാഹു തആല പഠിച്ചിട്ടുള്ളത്.